ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ വരുന്ന അക്കൗണ്ടിങ് ചേഞ്ചസിൽ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് പഠിച്ചത്. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ ആ പാർട്ട്ണർ നമ്മൾ എന്താണ് വിളിക്കുന്നത്? റിട്ടയറിംഗ് പാർട്ട്ണർ ഓർ ഔട്ട് ഗോയിങ് പാർട്ട്ണർ. ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് എന്ത് വിളിക്കും? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഓർ റിമൈനിങ് പാർട്ട്നേഴ്സ് ഓർ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ഡെത്ത് വരുമ്പോൾ മരിച്ച പാർട്ട്ണറെ എന്ത് വിളിക്കാം? ഡിസീസ്ഡ് പാർട്ട്ണർ എന്ന് വിളിക്കാം. ബാക്കിയുള്ളവർ നമ്മൾക്ക് എന്ത് വിളിക്കാം? എക്സിസ്റ്റിംഗ് ഓർ കണ്ടിന്യൂയിങ് ഓർ റിമൈനിങ് പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുക എന്ന് പറയുന്നതും ഡെത്ത് വരിക എന്ന് പറയുന്നതും രണ്ടും ഒരേ ഇഫക്റ്റ് തന്നെയാണ് ഫേമിൽ നടക്കുന്നത്. അതായത് ഡെത്ത് വന്നാലും റിട്ടയർമെൻറ്റ് വന്നാലും ബിസിനസ്സിൽ നിന്നും ഒരു പാർട്ട്ണർ പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡെത്തിലും റിട്ടയർമെൻറ്റേയും അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ രണ്ട് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അതായത് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ പ്ലാൻഡ് ആണ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പ്രകാരം അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡിലാണ് റിട്ടയർമെൻറ്റ് നടക്കുന്നത്. വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ റിട്ടയർമെൻറ്റ് നടക്കുന്നുള്ളൂ. ഡെത്ത് എന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻഡ് അല്ല എന്നുള്ളത് നമുക്കറിയാം. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ റിട്ടയർമെൻറ്റും ഡെത്തും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടയർമെൻറ്റ് നടക്കുന്നത്, റിട്ടയർമെൻറ്റ് ടേക്ക് പ്ലേസ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ മേ ഒക്കെ എനി ടൈം. ഡെത്ത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുന്നതിലാണ്. റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുമ്പോൾ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ട എമൗണ്ട് എന്താ ചെയ്യാം? നേരിട്ട് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കും, അല്ലെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കാരണം അവിടെ റിട്ടയറിംഗ് പാർട്ട്ണർ ജീവിച്ചിരിപ്പുണ്ട്. ഡെത്തിൻ്റെ കേസിലാണെങ്കിലോ ഡിസീസ്ഡ് പാർട്ട്ണർ അവിടെ ജീവിച്ചിരിക്കണില്ല. അതുകൊണ്ട് ഡിസീസ്ഡ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ട എമൗണ്ട് എന്ത് ചെയ്യണം? അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനായിരിക്കണം കൊടുക്കേണ്ടത്. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നോമിനീസ്, അതായത് നിയമപരമായി ഒരു ഡിസീസ്ഡ് പാർട്ട്ണർ എമൗണ്ട് അർഹതയുള്ള ആരാണോ അവർക്ക് കൊടുക്കുക. അവർ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടേം എക്സിക്യൂട്ടേഴ്സ് എന്നാണ് പറയുക. അതായത് ഡിസീസ്ഡ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതാണ് റിട്ടയർമെൻറ്റും ഡെത്തും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തമ്മിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ഡിഫറൻസ് എന്താണ്? റിട്ടയർമെൻറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ദ എൻഡ് ഓഫ് എൻ അക്കൗണ്ടിങ് പീരീഡ്. ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ മേ occur എനി ടൈം. അതുപോലെ തന്നെ ദ എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ ഈസ് ട്രാൻസ്ഫേർഡ് ടു റിട്ടയറിംഗ് പാർട്ട്ണേഴ്സ് ലോൺ അക്കൗണ്ട്. ദ എമൗണ്ട് ഡ്യൂ ടു ദ ഡിസീസ്ഡ് പാർട്ട്ണർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ഹിസ് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട്. ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഒരുപോലെ തന്നെയാണ്. റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യലായിക്കോട്ടെ, അവിടെ ഗെയിനിങ് റേഷ്യോയും ന്യൂ റേഷ്യോയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ, റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഇതെല്ലാം റിട്ടയർമെൻറ്റ് പോലെ തന്നെയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ഡെത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് സെറ്റിൽ ചെയ്യണമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 41 NCERT ഇല്ലുസ്ട്രേഷൻ 18. 3 പാർട്ട്നേഴ്സാണ്, അനിൽ, ഭാനു ആൻഡ് ചന്തു. അവരുടെ റേഷ്യോ 5:3:2. ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത് 31 മാർച്ച് 2007 പാർട്ട്ണർ ഏത് പാർട്ട്ണറാണ്? കാരണം ഡെത്ത് വരുന്ന നോക്കാം. അനിലാണ് ഇവിടെ ഡെത്ത് വന്നിരിക്കുന്നത്. എന്നാണ്? October 1, 2007. അതായത് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് 31 മാർച്ച് 2007. അതിനുശേഷം അതായത് 6 മാസത്തിന് ശേഷമാണ് പാർട്ട്ണർ മരിക്കുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ലാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് 6 മാസത്തിന് ശേഷമാണ് പാർട്ട്ണർ ഇവിടെ മരിക്കുന്നത്. ഇറ്റ് വാസ് എഗ്രീഡ് ബിറ്റ്വീൻ ഹിസ് എക്സിക്യൂട്ടേഴ്സ് ആൻഡ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ് ദാറ്റ്. ഇപ്പം ഡെത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എഗ്രിമെൻറ്റ് നടക്കുന്നത് ആര് തമ്മിലായിരിക്കും? റിമൈനിങ് പാർട്ട്നേഴ്സും എക്സിക്യൂട്ടേഴ്സും തമ്മിലായിരിക്കും. അതായത് റിട്ടയർമെൻറ്റിനെ തുടർന്ന് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നമുക്കിവിടെ താഴെ തന്നിരിക്കുന്നത്. ഗുഡ് വിൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പേറ്റൻസ്, അതായത് അസറ്റ്സ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്യാം, അതുപോലെ തന്നെ പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് 31 മാർച്ചിലാണ്.
6 മാസത്തിന് ശേഷമാണ് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നത്, ഡെത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡിസീസ്ഡ് പാർട്ട്ണർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? 1 ഏപ്രിൽ 2007 തുടങ്ങി 1 ഒക്ടോബർ 2007 വരെയുള്ള ആ 6 മാസ കാലയളവിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടാനുള്ള അർഹതയുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡേറ്റ് ഓഫ് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് തുടങ്ങി ഡേറ്റ് ഓഫ് ഡെത്ത് വരെയുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇനി ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡിസീസ്ഡ് പാർട്ട് എക്സിക്യൂട്ടേഴ്സിന് കൊടുക്കേണ്ട കാര്യം പറഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മുടെ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. പ്രിപ്പയർ അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് അനിൽസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ആസ് ഓൺ 1 ഒക്ടോബർ 2007. ഇവിടെ റിട്ടയർമെൻറ്റിലും ഡെത്തിലും അഡ്ജസ്റ്റ്മെൻറ്റുകളും എല്ലാം സെയിം ആണെങ്കിലും, അതായത് നമ്മളവിടെ പ്രിപ്പയർ ചെയ്യേണ്ട ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റിവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഡെത്ത് ആയാലും റിട്ടയർമെൻ്റ് ആയാലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും ഇവിടെ നമ്മളോട് എന്തുമാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുള്ളൂ? ഡിസീസ്ഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുള്ളൂ. അതിനുശേഷം ഡിസീസ്ഡ് പാർട്ട്ണറുടെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, ബാലൻസ് ഷീറ്റ് ഇതൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് വരയ്ക്കാത്തത്? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസീസ്ഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ആ 2 അക്കൗണ്ട് മാത്രം വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. അതിലേക്ക് എങ്ങനെയാണ് എല്ലാ ട്രാൻസാക്ഷൻസും എൻ്റർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എമൗണ്ട് കൊടുക്കുമ്പോൾ ഒരു എമൗണ്ട് കോളേ കൊടുക്കുന്നുണ്ടോ, അതായത് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. സാധാരണ എല്ലാ പാർട്ട്നേഴ്സിനും ക്യാപിറ്റൽ അക്കൗണ്ടാണ് വരയ്ക്കാറ്. അപ്പോൾ എല്ലാ പാർട്ട്നേഴ്സിനും എമൗണ്ട് കോളം കൊടുത്തിരിക്കണം. ഇവിടെ ഒരു പാർട്ട്ണറിന് മാത്രമേ വരയ്ക്കുന്നുള്ളൂ, ഒരു എമൗണ്ട് കോളം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഹെഡിങ് കൊടുക്കാം അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൻ്റെ താഴെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടും വരയ്ക്കാം. എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അധികം സ്പേസ് ഒന്നും ഇടണ്ട, 2-3 ലൈൻ മാത്രം മതിയാവും. വരച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യാം? അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് എഴുതാം, അനിലിൻ്റെ ഷെയർ ഓഫ് റിസർവ്സ് എഴുതാം. നമ്മൾ സാധാരണ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യാറ്. ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്യാഷ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് എഴുതും, അതിനുശേഷം റിസർവ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് അതുണ്ടെങ്കിൽ അതും ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ നമ്മൾ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ, അതുകൊണ്ട് ആളുടെ അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് മാത്രം എഴുതിയാൽ മതി. അനിൽ ആണ് വരയ്ക്കുന്നത്. അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് 30,000. അതിനുശേഷം അനിലിൻ്റെ ഷെയർ ഓഫ് റിസർവ് എഴുതണം. എത്രയാണ്? 6,000 × 5/10. ഈ 2 കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. Goodwill to be valued at 2.5 years purchase of the average profits of the previous 4 years which were. ഇതിൽ ഡേറ്റിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്, ഇതിൽ തെറ്റുകളൊന്നും വന്നിട്ടില്ല, ഡേറ്റുകളൊക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. ഒരു റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഡിസീസ്ഡ് പാർട്ട്ണറിൽ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നോക്കേണ്ടത് എന്താണ്? ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്? ഗുഡ്വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. അതിൽ 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഏത് ഓപ്ഷനാണെന്ന് പറയാത്തത് കൊണ്ട് 4ാമത്തെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് നോ ഗുഡ്വിൽ അക്കൗണ്ട് ഈസ് ഓപ്പൺ ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. അവിടെ ജലൻഡർ എന്തായിരിക്കും? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആദ്യം എന്ത് ചെയ്യണം? ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫേമിൻ്റെ വാല്യൂ ഓഫ് ഗുഡ്വിൽ എത്രയാണെന്ന് അറിയണം. ഇവിടെ വാല്യൂ ഓഫ് ഗുഡ്വിൽ തന്നിട്ടില്ല. അതിന് പകരം ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇൻഫോർമേഷൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എന്താണ്? ഗുഡ്വിൽ ടു ബി വാല്യൂഡ് അറ്റ് 2.5 years പർച്ചേസ് ഓഫ് ദ ആവറേജ് പ്രോഫിറ്റ്സ് ഓഫ് ദ പ്രീവിയസ് 4 years. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗുഡ്വില്ലിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ചായിരിക്കണം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. വർക്കിംഗ് നോട്ടിൽ ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് വാല്യൂ ഓഫ് ഗുഡ് വിൽ. അതിൻ്റെ താഴെ അതിൻ്റെ ഫോർമുല എഴുതുക. വാല്യൂ ഓഫ് ഗുഡ് വിൽ അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ആദ്യം ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 4 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് ആവറേജ് പ്രോഫിറ്റ് നോക്കാം. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 15,000. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2.5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 15,000 ഇൻറ്റു 2.5. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 37,500. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അനിലിൻ്റെ ഷെയർ എത്രയാണെന്ന് അറിയണം. അനിലിൻ്റെ ഷെയർ എത്രയാണ്? 5/10 ആണ്. 37,500 ഇൻറ്റു 5/10, 18,750. ഇത് ഏത് റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്? ഗെയിനിങ് റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ ഗെയിനിങ് റേഷ്യോ എത്രയാണ്? ഓൾഡ് റേഷ്യോ മാത്രമേ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ തന്നെയാണ്. എത്രയാണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോ? 3:2. അപ്പോൾ ഗെയിനിങ് എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പോൾ ഇവിടെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ് വില്ലിനെ, അതായത് 18,750നെ 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിനെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഡിസീസ്ഡ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. എത്രയ്ക്കാന്ന് നോക്കി നോക്കാം. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ഭാനും ചന്തു ആണ്. അപ്പോൾ ഭാനു ക്രെഡിറ്റ് സൈഡിൽ ഭാനുസ് ക്യാപിറ്റൽ, ചന്തുസ് ക്യാപിറ്റൽ. അനിലിൻ്റെ കോളത്തിൽ 11,250, 7,500. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ വരച്ചിട്ടില്ല, അതുകൊണ്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഡിസീസ്ഡ് പാർട്ട്ണർ ഷെയർ ഓഫ് ഗുഡ് വില്ലിനെ 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തപ്പോൾ ഓരോരുത്തരും കൊടുക്കേണ്ടത് എത്രയാണ്? ഭാനു 11,250, ചന്ദൂസ് 7,500. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. പേറ്റൻസ് ബി വാല്യൂഡ് അറ്റ് ₹8,000, മെഷീനറി അറ്റ് ₹28,000, ബിൽഡിംഗ് അറ്റ് ₹25,000. ഇവിടെയും ഡെത്തുമായി ബന്ധപ്പെട്ട അസറ്റ്സ് റീവാല്യൂ ചെയ്യാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. പേറ്റൻസിൻ്റെയും മെഷീനറിയുടെയും ബിൽഡിങ്ങിൻ്റെയും ന്യൂ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റിലെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റിൽ പേറ്റൻസ് വന്നിരിക്കുന്നത് എത്രയാണ്? 11,000 ആണ്. പ്രസൻറ്റ് വാല്യൂ 8,000 ആണ്. ഡിക്രീസ് ഇൻ അസറ്റ്സ് ആണ്. എത്രയാണ്? 3,000. എന്ത് ചെയ്യണം? റീവാല്യൂഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. മെഷീനറിയോ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത് 30,000 ആണ്. പ്രസൻറ്റ് വാല്യൂ 28,000 ആണ്. ഇവിടെയും ഡിക്രീസ് ഇൻ അസറ്റ്സ് ആണ്. 2,000 റീവാല്യൂഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബിൽഡിങ്ങോ പ്രസൻറ്റ് വാല്യൂ 25,000 ആണ്, ബാലൻസ് ഷീറ്റിൽ 20,000 ആണ്. ഇൻക്രീസ് ഇൻ ബിൽഡിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇൻക്രീസ് ഇൻ അസറ്റ്സ് ആണ്. എത്രയാണ്? 5,000. അപ്പോൾ എന്ത് ചെയ്യാം? റീവാല്യൂഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ അസറ്റ്സ് റീവാല്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിൻ്റെയും ഒരു ഷെയർ ഡിസീസ്ഡ് പാർട്ട്ണർക്ക് കൊടുത്തിരിക്കണം. വർക്കിംഗ് നോട്ടിൽ റീവാല്യൂഷൻ അക്കൗണ്ട് വരയ്ക്കാം. വലിയ അക്കൗണ്ട് ഒന്നും വരയ്ക്കണ്ട. ഈ 4 അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമേ വരുന്നുള്ളൂ. റീവാല്യൂഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ പേറ്റന്റ്, മെഷീനറി, ക്രെഡിറ്റ് സൈഡിൽ ബിൽഡിംഗ്. അതിനുശേഷം ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? അവിടെ പ്രോഫിറ്റോ ലോസോ ഇല്ല. അതായത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഡിസീസ്ഡ് പാർട്ട്ണർക്ക് കൊടുക്കാനില്ല. അവിടെ റിവാലുവേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2007 to 8 be taken as having accrued at the same rate as that of the previous year. അതായത് 2007 to 8 പ്രോഫിറ്റ് ഡിസീസ്ഡ് പാർട്ട്ണർക്ക് അക്രൂ ആയിട്ടുണ്ട്. അക്രൂഡ് ആവാന്ന് പറഞ്ഞാൽ എന്താ? കിട്ടാനുള്ള സമയമായിട്ടുണ്ട്. അറ്റ് ദ സെയിം റേറ്റ് ആസ് ദാറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ. എന്തുകൊണ്ടാണ് ഇവിടെ പ്രോഫിറ്റിന് ഡിസീസ്ഡ് പാർട്ട്ണർക്ക് പ്രോഫിറ്റ് അക്രൂ ചെയ്തത് എന്താണെന്ന് നോക്കാം. അവസാനമായി ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്താണ്? 31 March 2007 അതായത് 31 March 2007 കഴിയുന്നത് വരെയുള്ള എല്ലാ പ്രോഫിറ്റ്സും ഡിസീസ്ഡ് പാർട്ട്ണർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു.
ഇനി ആൾക്ക് എന്ന് തുടങ്ങിയുള്ള പ്രോഫിറ്റാണ് കിട്ടേണ്ടത്? അടുത്ത ഇയർ തുടങ്ങി, അതായത് 1 ഏപ്രിൽ 2007 തുടങ്ങിയുള്ള പ്രോഫിറ്റിനാണ് അയാൾക്ക് അർഹതയുള്ളൂ. അടുത്ത ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണത് എന്നാണ്? 31 മാർച്ച് 2008 പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഒക്ടോബർ 1, 2007 പാർട്ട്ണർ മരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് 6 മാസത്തിന് ശേഷമാണ് മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ട്ണർ ബിസിനസ്സിൽ എത്ര കാലം ഉണ്ടായിരുന്നു? 6 മാസമാണ് ഉണ്ടായിരുന്നത്. 6 മാസം ഉണ്ടായിരുന്നെങ്കിൽ ആ 6 മാസത്തേക്കുള്ള പ്രോഫിറ്റ് കിട്ടാനുള്ള അർഹത പാർട്ട്ണർക്കുണ്ട്. അപ്പോൾ ഇവിടെ ഈ 6 മാസത്തേക്കുള്ള പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്? ബാലൻസ് ഷീറ്റിൽ, അതായത് എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡിലല്ലാതെ മറ്റേതെങ്കിലും ഡേറ്റിൽ ഡെത്ത് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇവിടെ ഡിസീസ്ഡ് പാർട്ട്ണർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഡെത്ത് വന്ന ഡേറ്റിൽ തന്നെ അയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ടുകളൊക്കെ കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് ഡേറ്റ് ഓഫ് ഡെത്ത് വരെയുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. പ്രോഫിറ്റ് ഹാവ് ബീൻ അക്രൂഡ് അറ്റ് ദ സെയിം റേറ്റ് ആസ് ദാറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ എങ്ങനെ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആക്ച്വൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിച്ച് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പ്രിപ്പയർ ചെയ്യുള്ളൂ? 1 വർഷം കഴിയുമ്പോൾ, അതായത് 31 മാർച്ച് 2008 പ്രിപ്പയർ ചെയ്യുള്ളൂ. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് തന്നെ ഡേറ്റ് ഓഫ് ഡെത്തിൽ വെച്ചുകൊണ്ട് തന്നെ അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് കുറേ മെത്തേഡുകളൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ് പ്രോഫിറ്റ് മാത്രമേ കണ്ടുപിടിക്കാൻ പറയുന്നുള്ളൂ. അങ്ങനെ എസ്റ്റിമേറ്റ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള കുറേ മെത്തേഡുകളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഏതാണ്? സെയിം റേറ്റ് ആസ് ദാറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ തൊട്ടുമുമ്പത്തെ വർഷം, മരിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പുള്ള വർഷം. തൊട്ടുമുമ്പത്തെ വർഷത്തിൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അതിൽ ആ റേറ്റിൽ തന്നെയാണ് 6 മാസത്തേക്കുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പ്രീവിയസ് ഇയർ ഏതാണെന്ന് നോക്കാം. പാർട്ട്ണർ മരിച്ചിരിക്കുന്നത് ഏതാണ്? ഒക്ടോബർ 2007 അപ്പോൾ അത് ഏത് വർഷമായിട്ട് വരും? 2007 to 8, അതായത് 1 ഏപ്രിൽ 2007 to 31 മാർച്ച് 2008 ആ വർഷത്തിലാണ് മരിക്കുന്നത്. അതിൻ്റെ തൊട്ടു മുമ്പത്തെ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അതുമിലായിരിക്കണം ഈ 6 മാസത്തെയുള്ള പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞത് ഏതാണ്? 2006 to 7 ആയിരിക്കും. ആ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്? 15,000. അപ്പോൾ എങ്ങനെയാണ് 6 മാസത്തേക്കുള്ള പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് നോക്കാം. Profit for 6 months 15,000 into 6/12. എന്തുകൊണ്ട് ഇവിടെ 6/12 എന്ന് പറയാൻ കാരണം ഈ 15,000 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ആണ്, അതായത് 1 ഇയറിലെ പ്രോഫിറ്റ് ആണ്. ഇവിടെ നമുക്ക് എത്ര മാസത്തേക്ക് കൊടുക്കുന്നുണ്ടോ? 6 മാസത്തേക്കുള്ളതേ കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 6 മാസത്തേക്കുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കണം. 15,000 into 6/12 7,500. ഇനി ഇതിൽ അനിലിൻ്റെ ഷെയർ മാത്രമേ കൊടുക്കണ്ടൂ. 15,000 എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് 3 പാർട്ട്നേഴ്സിനും കൂടി ഉള്ളതാണ്. ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്? 6 മാസത്തേക്കുള്ള അനിലിൻ്റെ ഷെയറാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എന്ത് ചെയ്തു? 6 മാസത്തേക്കുള്ളത് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? 6 മാസത്തേക്കുള്ള അനിലിൻ്റെ ഷെയർ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ അനിലിൻ്റെ ഷെയർ കണ്ടുപിടിക്കാൻ ഒന്നുകൂടി എന്ത് ചെയ്യണം? അനിലിൻ്റെ ഷെയർ എത്രയാണ്? 5/10 ആണ്. അപ്പോൾ 7,500 into 5/10 3,750. ഇനി വേറെ രീതിയിൽ എഴുതാം. 15,000 into 6/12 into 5/10. അപ്പോൾ എത്ര കിട്ടി? 3,750. ഇനി ഇതിൻ്റെ ജേർണൽ എൻട്രി എന്താണെന്ന് നോക്കാം. സാധാരണ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ജേർണൽ എൻട്രി വരാം? പ്രോഫിറ്റ് ആർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇതാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറ്. ജേർണൽ എൻട്രി എന്ത് വരും? പ്രോഫിറ്റ് ആർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് അല്ല. ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് ആ പീരീഡിൻ്റെ അവസാനം കണ്ടുപിടിക്കുള്ളൂ. ഇവിടെ ഈ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്തുകൊണ്ട് ഏകദേശം എത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്ത് അതിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് അല്ല.
അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് പകരം എഴുതേണ്ടത് ഏതായിരിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കാൽക്കുലേഷൻ്റെ താഴെ ജേണൽ എൻട്രി എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതേ അഡ്ജസ്റ്റ്മെൻറ്റ് റിട്ടയർമെൻറ്റിലും വരാം. എപ്പോഴായിരിക്കും? എൻഡ് ഓഫ് ദ പീരീഡിലല്ലാതെ മറ്റേതെങ്കിലും ഡേറ്റിൽ റിട്ടയർ ചെയ്യുമ്പോൾ ഇതേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നിരിക്കും. സാധാരണ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് റിട്ടയർമെൻറ്റിൽ കാണിക്കാറില്ല. കാരണം 95% റിട്ടയർമെൻറ്റ് നടക്കുന്നത് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡിലാണ്. അതുകൊണ്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യം വരാറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് 3750. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബി പ്രൊവൈഡഡ് അറ്റ് 10% പെർ ആനം. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജാണ്? 10% പെർ ആനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 6 മാസത്തിന് ശേഷം പാർട്ട്ണർ മരിക്കുകയാണ്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് 6 മാസത്തേക്കുള്ളതായിരിക്കണം. അപ്പോൾ വർക്കിംഗ് നോട്ടിൽ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 30,000 ഇൻറ്റു 10% ഇൻറ്റു 6/12 ദാറ്റ്സ് ഈക്വൽ ടു 1,500. ഇപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1,500. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഹാഫ് ഓഫ് ദ എമൗണ്ട് ഡ്യൂ ടു അനിൽ ബി പെയ്ഡ് ഇമീഡിയറ്റ്ലി. അതായത് ഡിസീസ്ഡ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ട എമൗണ്ട് ഹാഫ് ഉടനെ തന്നെ കൊടുക്കുകയാണ്. ആർക്കായിരിക്കും കൊടുക്കുക? എക്സിക്യൂട്ടേഴ്സിനായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇത് സെറ്റിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഡിസീസ്ഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ആദ്യം ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. അതിൽ നിന്നും ഡെബിറ്റ് സൈഡിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ടോട്ടൽ എത്രയാണ്? 57,000. ഇവിടെ നമ്മളിവിടെ എഴുതുമ്പോൾ ആരുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ നേരെ എന്ത് എഴുതണം? അനിൽസ് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട് 57,000. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഹാഫ് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 57,000 ഹാഫ് ഉടനെ തന്നെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റിൽ സാധാരണ ചെയ്യുന്നത് പോലെ എങ്ങനെ എഴുതാം? ടു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതാം. പക്ഷേ ഡെത്തിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ എഴുതാൻ പാടില്ല. ടു ക്യാഷ് എന്ന് എഴുതാൻ പാടില്ല. കാരണം ടു ക്യാഷ് എന്ന് എഴുതിയ ജേണൽ എൻട്രി എന്താവും? അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നാവും. അപ്പോൾ ഇവിടെ ക്യാഷ് ആർക്ക് കൊടുക്കുന്ന പോലെയാവും? ഡിസീസ്ഡ് പാർട്ട്ണർക്ക് കൊടുക്കുന്നത് പോലെയാവും. സത്യത്തിൽ അത് ആർക്കാണ് കൊടുക്കേണ്ടത്? എക്സിക്യൂട്ടേഴ്സിനാണ്. അപ്പോൾ ഇവിടെ ക്യാഷായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഏത് സമയത്ത് ചെയ്യാവൂ? എക്സിക്യൂട്ടേഴ്സിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ചെയ്യാവൂ. അതുകൊണ്ട് ഡിസീസ്ഡ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുമ്പോൾ ക്യാഷായിട്ടാണ് കൊടുക്കുന്നതെങ്കിലും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മുഴുവൻ എമൗണ്ടും എക്സിക്യൂട്ടേഴ്സിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അങ്ങനെ എഴുതാം അനിൽസ് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട് 57,000. ജേണൽ എൻട്രി എന്ത് വരും? അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു അനിൽസ് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലോൺ അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യാം. എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ അനിൽസ് ക്യാപിറ്റൽ 57,000. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഹാഫ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ ഹാഫ് എത്രയാണ്? 57,000 ഡിവൈഡഡ് ബൈ 2 28,750. അത് ഉടനെ തന്നെ ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നേരെ ബാങ്ക് എന്ന് എഴുതാം ഓർ ക്യാഷ് എന്ന് എഴുതാം. 28,500. ബാലൻസ് കണ്ടുപിടിക്കാം. 28,500. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ അനിൽസ് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത് എത്രയായിരിക്കണം? 28,500 ആയിരിക്കണം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട് 28,500 എന്ന് എഴുതിയിരിക്കണം. അപ്പോൾ ഇവിടെ പ്രോബ്ലം ചെയ്തപ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഡെത്ത് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പീരീഡിലല്ല നടക്കുന്നത്, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത ഡേറ്റ് മുതൽ ഡേറ്റ് ടു ഡെത്ത് വരെയുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. ആ പ്രോഫിറ്റ് എഴുതേണ്ടത് ഏത് അക്കൗണ്ടിലായിരിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിലായിരിക്കണം. അതുപോലെ തന്നെ ഡിസീസ്ഡ് പാർട്ട്ണർ കൊടുക്കേണ്ട എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്കായിരിക്കണം.
ഇത്രയാണ് ഡെത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 42, NCERT ഇല്ലുസ്ട്രേഷൻ 19. 3 പാർട്ട്നേഴ്സ് ആയിരിക്കണം മോഹിത്, സോഹൻ ആൻഡ് രാഹുൽ. റേഷ്യോ 2:2:1. ഇവരുടെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ഇതിൽ ആർക്കാണ് ഡെത്ത് വരുന്നത്? സോഹനാണ്. ഡേറ്റ് എന്നാണ്? ജൂൺ 15 അതായത് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത് 31 March 2007 ഡെത്ത് വന്നിരിക്കുന്നത് ജൂൺ 15 ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് 2.5 months ശേഷമാണ് ഡെത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണർക്ക് എന്നുള്ള അർഹതയുണ്ട്? ഈ 2.5 months ഷെയർ ഓഫ് പ്രോഫിറ്റിനുള്ള അർഹതയുണ്ട്. ഇനി അതുകൂടാതെയുള്ള ബാക്കി ആളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് കിട്ടേണ്ട എമൗണ്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കി നോക്കാം. ഇവിടെ വർക്കൗട്ട് ദ എമൗണ്ട് പേയബിൾ ടു സോഹൻസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഏതായിരിക്കണം? സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ സോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. വരയ്ക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ അക്കൗണ്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു എമൗണ്ട് കോളം കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. ഷെയർ ഓഫ് റിസർവ്സ് അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതും എൻ്റർ ചെയ്തിരിക്കണം. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് 25,000 എഴുതി. ഷെയർ ഓഫ് റിസർവ് ഫണ്ട് എഴുതി 10,000. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഫസ്റ്റ് വൺ ബാലൻസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇവിടെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന എമൗണ്ടിനെയാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞതാണ്. ഷെയർ ഓഫ് ഗുഡ് വിൽ വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് ത്രൈസ് ദ ആവറേജ് ഓഫ് ദ ലാസ്റ്റ് 4 years. ഇവിടെ ഷെയർ ഓഫ് ഗുഡ് വിൽ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ? ബാലൻസ് ഷീറ്റിൽ ഗുഡ് വിൽ തന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. നമുക്കിവിടെ ബാലൻസ് ഷീറ്റിൽ ഗുഡ് വിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് മെത്തഡാണ്? ഗുഡ് വിൽ ഓൾറെഡി അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. അത്ര സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്? ബുക്ക് വാല്യൂം പ്രസൻറ്റ് വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യണം. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്? ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ്. പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്? അഡ്ജസ്റ്റ്മെൻറ്റ് തരുന്നതാണ്. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഗുഡ് വില്ലിൻ്റെ വാല്യൂ തന്നിട്ടില്ല. അതേസമയം ഗുഡ് വില്ല് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ത്രൈസ് ദ ആവറേജ് ഓഫ് ദ പാസ്റ്റ് 4 years. അപ്പോൾ നമുക്കിവിടെ ഏത് മെത്തഡ് അനുസരിച്ച് കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് പ്രോഫിറ്റ് മെത്തഡ് അനുസരിച്ചാണ്. ആദ്യം ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര വർഷത്തെയാണ്? 4 yearsലെയാണ്. അപ്പോൾ ആദ്യം ആവറേജ് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് എത്രയൊക്കെയാണ്? 15,000, 17,000, 19,000, 13,000. അപ്പോൾ എത്ര ടോട്ടൽ കിട്ടും? 64,000. 64,000 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എത്ര കിട്ടുക? 16,000. ഇനി അതിൻ്റെ ത്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 3. അപ്പോൾ എത്ര കിട്ടുക? വാല്യൂ ഓഫ് ഗുഡ് വിൽ 48,000. ഇനി ഇപ്പോൾ ഇവിടെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ് പ്രസൻറ്റ് വാല്യൂ? 48,000. ബുക്ക് വാല്യൂ 30,000. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? രണ്ട് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യണം. ഇവിടെ ഈ ടെക്സ്റ്റിൽ വേറൊരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. അപ്പോൾ അത് നോക്കണമെന്നില്ല. നമ്മൾ പഠിച്ച മെത്തേഡിൽ തന്നെ എങ്ങനെയാണ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏത് ചെയ്താലും സെയിം ആൻസർ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഗുഡ് വില്ലിൻ്റെ പ്രസൻറ്റ് വാല്യൂനെയും ബുക്ക് വാല്യൂനെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ബുക്ക് വാല്യൂ ഓഫ് ഗുഡ് വിൽ 30,000, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗുഡ് വിൽ 48,000. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് വാല്യൂ ആണ് കൂടുതലായിട്ട് വരുന്നത്. എത്രയാണ്? 18,000. അപ്പോൾ ജേണൽ എൻട്രി എന്തായിരിക്കും? നമ്മൾ മുൻപത്തെ മെത്തേഡിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്രസൻറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് ആണ്. ജേണൽ എൻട്രി വരെ ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദാറ്റ് ഈസ് മോഹിത് ക്യാപിറ്റൽ അക്കൗണ്ട്, സോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്, രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് റേഷ്യോയിലാണ്? 2:2:1 എന്നുള്ള റേഷ്യോയിൽ, അതായത് ഓൾഡ് റേഷ്യോയിലാണ്. അപ്പോൾ ഇവിടെ എല്ലാ പാർട്ട്നേഴ്സിനും ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിവിടെ സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സോഹൻ്റെ മാത്രം എൻ്റർ ചെയ്താൽ മതി. സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? 7,200. അപ്പോൾ നമുക്ക് സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എങ്ങനെ എഴുതാം? ക്രെഡിറ്റ് സൈഡിൽ ഗുഡ് വിൽ എന്നായിരിക്കും എഴുതേണ്ടത് 7,200. ഇവിടെ ഈ സൊല്യൂഷനിൽ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ആയതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് മോഹിത് ക്യാപിറ്റൽ, രാഹുൽസ് ക്യാപിറ്റൽ എന്നാണ്. അത് എഴുതണ്ട. അതിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? ഗുഡ് വിൽ 7,200.
അതുപോലെ തന്നെ ഡെബിറ്റ്സിൽ ഒരു ഗുഡ് വിൽ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് മെത്തേഡിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നതാണ്, ഗുഡ് വിൽ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന മോയിസ് ക്യാപിറ്റൽ രാഹുൽ ക്യാപിറ്റൽ അത് എഴുതരുത്. അതുപോലെ ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഗുഡ് വില്ലും എഴുതേണ്ട കാര്യമില്ല. അതിന് പകരമാണ് ക്രെഡിറ്റ് സൈഡിൽ ഗുഡ് വിൽ 7200 എന്ന് എഴുതിയിരിക്കുന്നത്. ബാക്കി നമുക്കിവിടെ ചെയ്യുമ്പോൾ ആൻസർ സെയിം തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഷെയർ ഇൻ പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 4 years. ഡേറ്റ് ഓഫ് ഡെത്ത് വരെ, അതായത് 2.5 monthsലേക്കുള്ള പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആവറേജ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, 4 വർഷത്തെ ആവറേജ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആദ്യം എന്ത് ചെയ്യണം? ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ക്വസ്റ്റിൽ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തതാണ് എത്രയാണ്? 16,000. ഇനി അതിൽ നമുക്ക് എന്ത് കണ്ടാൽ മതി? 2.5 monthsലേക്കുള്ള സോഹൻ്റെ ഷെയർ മാത്രം കണ്ടാൽ മതി. എങ്ങനെ ചെയ്യാം? ആവറേജ് കിട്ടിയില്ല 16,000, ആവറേജിന് കിട്ടിയത് 64,000 ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പോൾ 16,000 ഇൻറ്റു 2/5, 2/5 എന്ന് പറഞ്ഞാൽ അയാളുടെ ഷെയർ. ഇനി അത് 2.5 monthsലേക്ക് 2.5 ഡിവൈഡഡ് ബൈ 12 എത്ര കിട്ടി? 1,333. നമുക്കറിയാം ഇതൊരു ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് അല്ല, എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ എഴുതേണ്ടത് എന്തായിരിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്നായിരിക്കണം. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് 1,333. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. The firm had taken a joint life policy rupees 1,25,000. The annual premium being charged to profit and loss account every year. ആദ്യം നമുക്ക് ജോയിൻറ്റ് ലൈഫ് പോളിസി എന്താണെന്ന് അറിയണം. ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും പേരിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോഴാണ് ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറയുന്നത്. എന്നായിരിക്കും ഇതിൻ്റെ എമൗണ്ട് കിട്ടുക? സാധാരണ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന പോലെ തന്നെയാണ്. അതായത് ഒന്നുകിൽ മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോഴായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഡെത്ത് വരുമ്പോഴായിരിക്കും. ഇവിടെ ജോയിൻറ്റ് ലൈഫ് പോളിസി ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിച്ചാൽ അന്നത്തെ ദിവസം തന്നെ പോളിസിയുടെ എമൗണ്ട് കിട്ടിയിരിക്കും. ഇവിടെ 2.5 മാസത്തിന് അതായത് ആ വർഷം ജൂണിൽ പാർട്ട്ണർ മരിച്ചു, അതുകൊണ്ട് മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് തന്നെ പോളിസിയുടെ എമൗണ്ട് അവർക്ക് കിട്ടിയിരിക്കും. എത്രയാണ് പോളിസിയുടെ എമൗണ്ട്? 1,25,000. ഇത് 3 പാർട്ട്നേഴ്സിനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി? ഇതിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ എത്രയാണെന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ പാർട്ട്ണർക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണല്ലോ. അപ്പോൾ ഇവിടെ ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ജോയിൻറ്റ് ലൈഫ് പോളിസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1,25,000 ഇൻറ്റു 2/5 എത്ര കിട്ടി? 50,000. അപ്പോൾ ജോയിൻറ്റ് ലൈഫ് പോളിസി ഉണ്ടെങ്കിൽ അതിൻ്റെ ഷെയറും കൂടി ഡിസീസ്ഡ് പാർട്ട്ണർക്ക് കൊടുത്തിരിക്കണം. അതിന് മുമ്പ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വിട്ടോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 12% പെർ ആനം. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് നമ്മളായിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 25,000 ഇൻറ്റു 12/100 ഇൻറ്റു 2.5 ഡിവൈഡഡ് ബൈ 12 625. ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 625. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസീസ്ഡ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ടൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ ഈ എമൗണ്ട് എല്ലാം കിട്ടുക 1,06,158 എല്ലാം കിട്ടുക. കാരണം നമ്മളിവിടെ മോയിസ് ക്യാപിറ്റൽ റാവുൾസ് ക്യാപിറ്റലിന് പകരം ഗുഡ് വില്ലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര നമുക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 94,158 ആണ് കിട്ടുക. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല. ഈ ഗുഡ് വില്ല് നമ്മൾ ക്യാൻസൽ ചെയ്താണ് അത് എഴുതണ്ട. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 94,158 ആണ്. അതെന്ത് ചെയ്യണം? എക്സിക്യൂട്ടീവ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ നേരെ എന്ത് എഴുതാം? സോഹൻ എക്സിക്യൂട്ടീവ് ലോൺ അക്കൗണ്ട് 94,158. ഇവിടെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അത് വരയ്ക്കേണ്ട കാര്യമില്ല. ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി.